നമ്മുടെ നാട്ടിലെ ഒരു വില്ലേജ് ഓഫീസിന്റെ അവസ്ഥയെക്കുറിച്ച് ഇനി പറയാം. മേൽക്കൂര അടർന്ന് തലയിൽ വീഴുന്ന അവസ്ഥയിലാണ് പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസ്. ദിനംപ്രതി ഒരുപാട് പേർ എത്തുന്ന ഇടം. അപകടം പതിയിരിക്കുന്ന കെട്ടിടത്തിലേക്ക് ഭയത്തോടെയാണ് നാട്ടുകാരും ജീവനക്കാരും എത്തുന്നത്. 40 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കെട്ടിടം തകർച്ചയുടെ വക്കിലെത്തിയിട്ട് ഏറെ കാലമായി. പുതിയ കെട്ടിടത്തിനായി സർക്കാർ പണം അനുവദിച്ചെങ്കിലും ഭൂമി കണ്ടെത്താനാകാത്തതിനാലാണ് നിലവിലെ പ്രതിസന്ധി. ദിവസവും നൂറുകണക്കിന് ആളുകൾ വിവിധ റവന്യൂ ആവശ്യങ്ങൾക്കായി എത്തുന്ന നാരങ്ങാനം വില്ലേജ് ഓഫീസിന്റെ അവസ്ഥ ആകെ ദുരിതത്തിലാണ്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന മേൽക്കൂര, കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് പതിവ് കാഴ്ച. മേൽക്കൂരയിൽ തുരുമ്പെടുത്ത് പുറത്തു തള്ളി നിൽക്കുന്ന ഇരുമ്പ് കമ്പികൾ. ഇതൊക്കെയാണ് പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസിന്റെ സ്ഥിതി. കോൺക്രീറ്റ് പാളികൾ തലയിൽ വീഴുമോ എന്ന ഭയത്തോടെയാണ് സേവനങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങളും ജീവനക്കാരും നിത്യവും ഓഫീസിൽ കയറുന്നത്. നൂറുകണക്കിന് ജനങ്ങൾ ദൈനംദിനം വരുന്ന ഒരു സ്ഥാപനമാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസ്. അതിൻ്റെ പ്രഥമദൃഷ്ടിയ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും. അതിൻ്റെ ജനങ്ങൾ വന്ന് നിൽക്കുന്ന ഭാഗം ഉൾപ്പെടെ അകത്ത് സ്റ്റാഫ് ഇരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായിരിക്കുകയാണ്. 40 വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് അധികാരികൾ എത്രയും വേഗം ഇത് പൊളിച്ച് പണിയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മാറി മാറി വന്ന വില്ലേജ് ഓഫീസർമാർ മേലധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായില്ല. സഹികെട്ട് നിരവധി തവണ ഉദ്യോഗസ്ഥർ സ്വന്തം ചെലവിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. പുതിയ കെട്ടിടം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പുതിയ കെട്ടിടത്തിനായി സർക്കാർ അനുമതി നൽകിയെങ്കിലും സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതാണ് പ്രതിസന്ധിയെന്ന് ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾക്കും ഒപ്പം ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും സുരക്ഷിതത്വം ഒരുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു അപകടമുണ്ടാകുന്നവരെ കാത്തിരിക്കാതെ അതിനു മുമ്പ് വേണ്ട പരിഹാര നടപടികൾ ഉണ്ടാകുക തന്നെ വേണം. വിജയശങ്കർ, 24, പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. നാട്ടിലാകെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുമ്പോൾ, അങ്ങനെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം നടക്കുമ്പോഴാണ് നാരങ്ങാനത്തെ ആ വില്ലേജ് ഓഫീസിന് ഇനിയും സ്ഥലം പോലും ആയിട്ടില്ല. ഏതായാലും അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.